5ാം ക്ലാസ്സിലെ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠത്തിലെ ഒരു പാവനാടകമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. രോഗാണുവാഹകരായ എലിച്ചൽ, വവ്വാൽ, ഈച്ച, കൊതുക് എന്നിവരാണ് നമ്മളോട് പറയാനുള്ളത്. എന്താണെന്നൊന്ന് കേട്ടാലോ? ഞങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഈച്ച. നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ. ഞങ്ങൾ എല്ലാവർക്കും കൂടി ഇട്ടിരിക്കുന്ന പേര് എന്താണെന്നോ? രോഗാണുവാഹകർ. ആ പേര് എന്തിനാ ഞങ്ങൾക്കിട്ടത് എന്നറിയാമോ? നിങ്ങൾ രോഗം പരത്തുന്ന സൂക്ഷ്മജീവികളെ നിങ്ങളുടെ ശരീരത്തിൽ എത്തിക്കുന്നവർ ഞങ്ങളാണെന്ന്. ഞാൻ വവ്വാൽ. ശരിക്കും ഞങ്ങളുടെ കുഴപ്പമാണോ കൂട്ടുകാരെ അത്? ഞങ്ങൾക്ക് മലിനമായ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടാൽ എനിക്ക് മുട്ടയിട്ട് പെരുകണം. നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്? എനിക്കാണെങ്കിൽ പഴങ്ങളും തേനും എല്ലാം ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ പഴങ്ങൾ ഭക്ഷിക്കാറില്ലേ? അതുപോലെ ഞങ്ങൾക്കും പ്രകൃതി തരുന്ന പഴങ്ങൾ കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ എന്തിനാണ് ഭക്ഷിക്കുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങളിലുള്ള സൂക്ഷ്മാണുക്കൾ നിങ്ങളിൽ എത്തുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പയ്യൻ നിപ്പ ബാധിച്ച് മരിച്ചില്ലേ? ആ കുട്ടി ഞങ്ങൾ കഴിച്ച ബാക്കി അമ്പഴങ്ങ തിന്നിരുന്നു. ഞാൻ എലിച്ചെല്ല്. എനിക്ക് രോഗങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എലികളെ രക്തം കുടിക്കാൻ കടിക്കുമ്പോൾ അവയിലേക്ക് വൈറസ് കടന്ന് എലികളിലൂടെ നിങ്ങൾക്ക് രോഗങ്ങൾ വരുന്നു. അതിന് ഒരു മാർഗമേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലേക്ക് എലികൾ കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ജലം മലിനമാക്കാതിരിക്കുക. ഡ്രൈ ഡേ ആചരിക്കുക. പഴങ്ങൾ നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. ഞാൻ ഉൾപ്പെടെ മറ്റു ജീവികൾ കഴിച്ച ഫലങ്ങൾ കഴിക്കരുത്. എല്ലാവരും ശുചിത്വം പാലിക്കുക. ആരോഗ്യം സംരക്ഷിക്കുക. രോഗങ്ങളെല്ലാം തന്നെ അകന്നു പോകട്ടെ.